നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം അതിഥിയായി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവും കഴക്കൂട്ടത്തെ NDയുടെ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരനാണ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രചാരണ പ്രവർത്തനങ്ങളുടെ ജനങ്ങളുമായി അടുത്ത് സംവദിക്കുന്ന സമയത്ത് അവർ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? ഒന്ന്, സ്വാഭാവികമായിട്ടും ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിലെ ധാരാളം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതിൽ കുടിവെള്ള പ്രശ്നം തൊട്ട് തെരുവ് നായ ശല്യം വരെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവയ്ക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ പങ്കുവെക്കലിലൂടെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ തിരഞ്ഞെടുക്കും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ജനങ്ങളുമായി നിരന്തരം സംവദിക്കുന്ന ഘട്ടത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണോ അവർ പറയുന്നത്? ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എല്ലായിടത്തും നിഴലിക്കുന്നുണ്ടോ? അവർ എന്താണ്? സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ധാരാളം അസംതൃപ്തിയുണ്ട് ജനങ്ങൾക്ക്. MLAയെക്കുറിച്ചും ഉള്ള അതൃപ്തി ഉണ്ട്. ഇത് രണ്ടും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ഡീൽ ആരോപണം ഉന്നയിച്ചു. ആ ഡീൽ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ ചില മണ്ഡലങ്ങൾ കൂടി സാധൂകരിച്ചുകൊണ്ടാണ് അക്കാര്യം പറയുകയും ചെയ്യുന്നത്. CPM BJP ഡീൽ ഈ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. കഴക്കൂട്ടത്ത് അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു ഡീലുണ്ടോ? കഴക്കൂട്ടത്ത് അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കാൻ സാധ്യമല്ലല്ലോ. BJPയെ സംബന്ധിച്ചിടത്തോളം CPMുമായിട്ട്, പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയായിട്ടുള്ള ഒരാളെക്കുറിച്ച്, അങ്ങനെ ഒരാളുമായിട്ട് BJPക്ക് എങ്ങനെ ഡീലുണ്ടാക്കാൻ പറ്റും? BJPയുമായിട്ട് ചേർന്ന് പോകുന്ന ആളുകളുമായിട്ട് ഡീലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ സ്ഥാനാർത്ഥി ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലടക്കം കൊള്ളയടിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളുകൾക്ക് കൂട്ടുനിന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളായിട്ട് ഒരു കാരണവശാലും ഒരു ഡീലുണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണോ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ ആ പ്രശ്നം ഉന്നയിക്കുകയല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങൾ നേരിടുന്ന നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. പക്ഷേ വിശ്വാസികളുടെ മനസ്സിൽ, അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ശബരിമലയിൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ വേദനയും അങ്ങേയറ്റത്തെ വിഷമവുമുണ്ട്. ആ വിഷമം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പ്രകടിപ്പിക്കുക വോട്ടെടുപ്പിലൂടെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവ് ഈ ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും നമുക്ക് ഉയരുന്ന ചില സംശയങ്ങൾ കൂടിയുണ്ട്. പറവൂരിൽ എന്തുകൊണ്ട് CPMൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? ഹരിപ്പാട്ടേക്ക് വന്നാൽ എന്തുകൊണ്ട് അവിടെ CPIയുടെ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു? ഇതൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാസ്തവത്തിൽ കേരളത്തിൽ CPMും കോൺഗ്രസും തമ്മിലാണ് ഈ പറയുന്ന ഡീലുള്ളത്. അതിപ്പോൾ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ മാത്രമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2021 K മുരളീധരൻ നേമത്ത് പോയി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തപ്പോൾ പറഞ്ഞത്, BJPയെ ജയിക്കുന്നതിൽ നിന്ന് തടയുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം ജയിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാനാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു, അദ്ദേഹം അതിനു വേണ്ടിയാണ് വന്നത്. അപ്പോൾ അദ്ദേഹം വന്നത് BJPയെ തോൽപ്പിക്കാനാണെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് CPMുമായിട്ടാണ്. പക്ഷേ അപ്പോൾ പോലും വട്ടിയൂർക്കാവിൽ BJP CPMന് വേണ്ടി ജോലി ചെയ്യുന്നു. അതായത് വട്ടിയൂർക്കാവിൽ ഇദ്ദേഹം മത്സരിച്ചപ്പോൾ, K മുരളീധരൻ മത്സരിച്ചപ്പോൾ, അത് കഴിഞ്ഞിട്ട് കുമ്മനം രാജശേഖരൻജി 2016 തോറ്റപ്പോൾ K മുരളീധരൻ പറഞ്ഞു, ഞങ്ങൾ TN സീമ ജയിച്ചാലും കുമ്മനം രാജശേഖരൻ ജയിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അത് അവർ തമ്മിലാണ് ഡീൽ. വട്ടിയൂർക്കാവിൽ BJP കൗൺസിലർമാർ വർക്ക് ചെയ്തു. ആർക്ക് വേണ്ടി? VK പ്രശാന്തിന് വേണ്ടി എന്ന് K മുരളീധരൻ പറയുകയാണ്. K മുരളീധരൻ കൗൺസിലർമാരുടെ പേരുവിവരങ്ങളടക്കം അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടേണ്ടി വരും ഇന്ന് പറയണം. കഴിഞ്ഞ ദിവസം
അത് ശരി. കെ മുരളീധരൻ പല പ്രസ്താവനകളും നടത്തും. അതെല്ലാത്തിനും അദ്ദേഹം തന്നെ മറുപടിയും പറയാറുണ്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട്. മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി പദയാത്രയായിട്ടാണ് ജനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവാണോ? തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകാനുള്ള ഒരു അവസരമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. മറ്റേതാകുമ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുന്നു, ജനങ്ങളൊക്കെ റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്നു, കൈ വീശാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ എല്ലാവർക്കും കൈ കൊടുത്ത് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവരുമായിട്ടുള്ള ഒരു അടുപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുകയാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രവിരുദ്ധ താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുമായിട്ട് പോലും ഒരു കസേരയ്ക്ക് വേണ്ടി കൂട്ടുകൂടാൻ കോൺഗ്രസ് തയ്യാറാണ് എന്നുള്ള സന്ദേശമാണ് അവർ നൽകുന്നത്. കോൺഗ്രസ്സിന് വലിയൊരു മഹത്തായ പാരമ്പര്യമുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം അധികാരത്തിന് വേണ്ടി എന്തു ചെയ്യാൻ മടി കാണിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള പാർട്ടിയാണ്. മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നുള്ളതാണ് BJPയുടെ ഹാഷ്ടാഗ്. തിരുവനന്തപുരത്ത് ഒരു വികസിത അനന്തപുരിയൊക്കെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയാണ്. അപ്പോൾ നേമത്തൊരു വലിയ മത്സരം നടക്കുകയാണ്. അവിടുത്തെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? നേമത്ത് BJPയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. 22-ൽ 17 കൗൺസിലർമാർ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ കൗൺസിലർമാർക്ക് കിട്ടിയതിനേക്കാൾ വലിയ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ അവസാനം ജയിക്കാൻ പോകുന്നത് BJP NDA തന്നെയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. തിരുവനന്തപുരത്ത് മോദി എത്തി സംസാരിച്ച് മടങ്ങുന്ന ഘട്ടത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ടാകും, തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു, പലയിടത്തും പ്രചരിച്ചിരുന്നതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മേയറേയും ഡെപ്യൂട്ടി മേയറേയും കൗൺസിലർമാരെയും ഒക്കെ തന്നെയും BJPക്ക് സൃഷ്ടിക്കാനായി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി നടക്കേണ്ടിയിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ തന്നെ. അല്ല, തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടല്ലല്ലോ പ്രധാനമന്ത്രി വന്നത്. പ്രധാനമന്ത്രി വന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ചു. ജയിച്ച പശ്ചാത്തലത്തിൽ ജയിച്ച കൗൺസിലർമാരെ അഭിനന്ദിക്കാൻ, അതോടൊപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിൽ കേന്ദ്ര സർക്കാർ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ കാര്യത്തിൽ നടപടികൾ എടുക്കും എന്നുള്ള കാര്യം പ്രഖ്യാപിക്കാൻ അത് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ ഒരു വലിയ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പ്രതിബദ്ധമാണ് കേന്ദ്ര സർക്കാർ, അതിനു വേണ്ടിയിട്ട് എല്ലാ നടപടികളും കൈക്കൊള്ളും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതല്ലാതെ ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നത് പോലെയുള്ളൊരു പ്രസംഗം പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാലും വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഈ വമ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അല്ല, അതാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താ? എല്ലാവർക്കും കുടിവെള്ളം വേണം, എല്ലാവർക്കും വീട് വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും ആരോഗ്യ സംവിധാനങ്ങൾ വേണം. അത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ട്. മാത്രമല്ല, അദ്ദേഹം എല്ലാ കൗൺസിലർമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചു, അവരുമായിട്ട് വിശദമായിട്ട് സംസാരിച്ചു. എങ്ങനെയാണ് കൗൺസിലർമാർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്തു. അതാണല്ലോ ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് പ്രധാനമായും ചർച്ചയാകുന്നത് വികസന വിഷയങ്ങൾ മാത്രമാണോ? അത് ശബരിമല എന്നതിനപ്പുറത്തേക്ക് ഇടത് സർക്കാരിനെതിരായ ഒരു ചർച്ച അവിടെ സജീവമായി. ഇടത് സർക്കാരിനെതിരായിട്ടുള്ള ജനാഭിപ്രായം വളരെ ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം കഴക്കൂട്ടത്തെ പ്രശ്നങ്ങൾ. കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത് T. ശരത്ചന്ദ്ര പ്രസാദിനെയാണ്, മുൻ MLA ആണ്. അപ്പോൾ എതിരാളികൾ തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ട് തന്നെ നമുക്ക് അല്ല, തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം അങ്ങനെ ഒന്ന് തന്നെ നടക്കും. ഘടകകക്ഷികൾക്ക് പല സീറ്റുകൾ നൽകി. ഇപ്പോൾ 2020-ക്കൊക്കെ പല സീറ്റുകളിലും ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് എന്നുള്ള വ്യാപകമായിട്ടുള്ള ആരോപണം പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ്. അതിനൊക്കെ എന്താണ് അല്ല, 2020-യുടെ സ്ഥാനാർത്ഥികൾ ദുർബലരാണ് എന്നുള്ളത് ഞാനിതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പരാതി. സിനിമാ താരങ്ങളൊക്കെ മത്സരിക്കുകയാണ് പലയിടങ്ങളിൽ. സിനിമാ താരങ്ങൾ എല്ലാ പാർട്ടികളിലും മത്സരിക്കാറുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ
പിന്നെ പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിങ്ങിനും ചില ജഗദീഷും കക്ഷികൾക്ക് വോട്ട് മറിച്ചു കൊടുക്കാൻ അല്ല ജഗദീഷും ഗണേശും ഭീമൻ രഘുവും അതെ 3 സിനിമാ താരങ്ങളാണ് മത്സരിച്ച് 3 മുന്നണികളുടെ. അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ചില സീറ്റുകൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഇതൊരു ഒരു ക്രോസ് വോട്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലൊരു ക്രോസ് വോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ മുന്നണിയിൽപ്പെടുന്ന ഒരാളെ നിർത്തിയിട്ട് ഞങ്ങളെങ്ങനെ ക്രോസ് വോട്ട് ചെയ്യും? വോട്ട് മറിയാനുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. BJPയുടെയും NDAയുടെ മുഴുവൻ വോട്ടും NDAയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? അല്ല, സ്വാഭാവികമായിട്ടും പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കും അടുത്ത ദിവസങ്ങളിൽ. അതിൽ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കും. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കൃത്യമായിട്ടുണ്ടാവുമല്ലോ. എന്നാലും എത്ര സീറ്റ് വരെ ലഭിക്കാൻ കഴിയുമെന്നുള്ളത് അല്ല, അതായത് പ്രകടന പത്രിക വേറെയാണ്, സീറ്റിൻ്റെ കണക്ക് വേറെയാണ്. അപ്പോൾ മാനിഫെസ്റ്റോ ഞങ്ങൾ സംബന്ധിച്ചോളം ഞങ്ങൾ നയരേഖ, വികസനത്തിന് വേണ്ടിയിട്ടുള്ള നയരേഖ അതെന്തായാലും ഇറക്കും. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സൂചിപ്പിക്കും. സുധാകരനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായതാണ്. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഒന്ന്, സുധാകരൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ചെറ്റ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറ്റത്തരം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ചെറിയ സുഖമുണ്ട്. അത് അദ്ദേഹത്തിന് ഇതുപോലത്തെ വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണല്ലോ പണ്ട് നികൃഷ്ടജീവി എന്ന് വിളിച്ചു, അതുപോലെ ആ കാലഘട്ടത്തിൽ പരനാറി എന്ന് വിളിച്ചു, എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചു. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ഗോപാലകൃഷ്ണനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. ഇത് അങ്ങ് മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്? അങ്ങനെ ഒരു പരാമർശം ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും സംഭവിച്ചിട്ടുണ്ടാവുക ഗോപാലകൃഷ്ണൻ പറഞ്ഞതൊന്ന്, മറ്റുള്ളവർക്ക് മനസ്സിലായത് മറ്റൊന്ന്. അതായിരിക്കാനാണ് സാധ്യത. ഈ ത്രികോണ പോരാട്ടം നടക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രമാണോ BJP വലിയ ശ്രദ്ധ പുലർത്തുന്നത്? അതോ എല്ലാ BJPയെ സംബന്ധിച്ചോളം എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് A ക്ലാസ്സാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കഴക്കൂട്ടത്തെ വോട്ടറാണ്. എനിക്ക് നെടുമങ്ങാട് പോയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഏത് അസംബ്ലി മണ്ഡലത്തിലാണോ അവിടുത്തെ വോട്ടറായിട്ടുള്ളത് അവിടെ തന്നെയാണ് പ്രവർത്തിക്കുക. അപ്പോൾ A ക്ലാസ് B ക്ലാസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്രായോഗികം. അത് നടക്കുന്നില്ല. എന്നാൽ പോലും ചില മണ്ഡലങ്ങൾ BJPയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നൊരു അല്ല, അത് BJP ശക്തമായിട്ട് മത്സരിക്കുന്ന പ്രമുഖ നേതാക്കന്മാരുള്ള സ്ഥലങ്ങളിൽ അതൊരു വാർത്ത കൂടുതൽ കിട്ടും. അത് സ്വാഭാവികം. എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷനുണ്ട്. 140 മണ്ഡലങ്ങളിലും BJPയോ NDAയുടെ ഘടകകക്ഷികളോ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ CPMഉം BJPയും തമ്മിലാണോ പോരാട്ടം, അതോ അല്ലെങ്കിൽ 3 മുന്നണികളും ഒരുപോലെ BJPയും തമ്മിലാണോ? അതല്ല, ചില സ്ഥലങ്ങളിൽ CPMുമായിട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ്സുമായിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ലീഗുമായിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് നോക്കിയാൽ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമേ ഒരാൾക്ക് കാണാൻ പറ്റൂ. BJP പടിപടിയായി ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിപ്പിക്കുകയാണ്, വോട്ട് വിഹിതം കൂട്ടുകയാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. എല്ലാ തെരഞ്ഞെടുപ്പിലും വളർന്നുകൊണ്ടിരിക്കുന്ന, ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മുന്നണിയോ പാർട്ടിയോ അത് BJPയാണ്. സ്വാഭാവികമായിട്ടും അത് ഭരണത്തിലെത്തുന്നതിലേക്ക് കലാശിക്കുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നടക്കുമോ അത് അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കുമോ എന്നുള്ളത് കാലത്തിനെ പറയാൻ പറ്റുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, വലിയൊരു മാർജിൻ പല പഞ്ചായത്തുകളിലും BJPക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോഴും പാർട്ടിക്ക് വലിയ കരുത്തായി മാറുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം മുൻകാലങ്ങളെക്കാൾ എത്ര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമായിട്ട് വരും.
ഇപ്പോൾ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ BJP കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, ദേശീയ നേതാക്കളടക്കം പ്രചരണത്തിനിറക്കിക്കൊണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ലക്ഷ്യമാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ഈ മണ്ഡലങ്ങളിൽ BJPയുടെ NDAയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക, അതിലൂടെ ഭരണം പിടിക്കുക, അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക, അതുതന്നെയാണ് ലക്ഷ്യം. BJPക്ക് ആരോടാണ് ഡീലുള്ളത്? ജനങ്ങളുമായിട്ട്. മുതിർന്ന നേതാക്കൾക്കും സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ അവർക്കൊരു പരിഗണന കിട്ടിയിരുന്നില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും പരിഗണന കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പാർട്ടി ഓരോ സീറ്റിനെ സംബന്ധിച്ചിടത്തോളവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ആ സ്ഥാനാർത്ഥികളിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കാറ്. പിന്നെ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ചില പ്രദേശങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാവും, അതും പരിഗണിക്കപ്പെടും. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ, അദ്ദേഹത്തിന് ആറന്മുള സീറ്റിൽ മത്സരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചില വ്യത്യാസം വരുന്നല്ലാതെ ബാക്കിയുള്ളത് പൊതുവെയില്ല. അപ്പോൾ അതുകൊണ്ട് BJP എല്ലാ സീറ്റിലും ശക്തമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ് BJPയുടെ മത്സരം. സമുദായ വോട്ടുകളടക്കം കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BJP പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്രൈസ്തവരുടെ അടക്കമുള്ള ന്യൂനപക്ഷ വോട്ടുകൾ BJPയിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസമാണോ ഉള്ളത്? കേരളം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നാണ്. എല്ലാവരോടും ഒപ്പം എല്ലാവരുടെയും വികസനം. ഞങ്ങൾ അക്കാര്യത്തിൽ മതവും ജാതിയും ഒന്നും നോക്കാറില്ല. NSS, SNDP തുടങ്ങിയവരുടെയൊക്കെ പിന്തുണയൊക്കെ ഒപ്പമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അല്ല. NSS, SNDPയും സാമുദായിക സംഘടനകൾ എന്നുള്ള നിലയിൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി പോലെയല്ല പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് അവരൊരു പക്ഷത്തും ചേരാറില്ല. പക്ഷേ NSS അംഗങ്ങളായിട്ടുള്ളവർക്കും SNDP അംഗങ്ങളായിട്ടുള്ളവർക്കും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അത് സംഘടനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയോജനം ഉറപ്പായിട്ടും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതു സർക്കാരിൻ്റെ പ്രവർത്തനത്തെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ജനങ്ങൾക്ക് അങ്ങേയറ്റം നിരാശയുണ്ടാക്കിയിട്ടുള്ള, ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭരണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രവർത്തനത്തെയോ? VD സതീശൻ ധാരാളം വർത്തമാനം പറയും, പക്ഷേ കാര്യങ്ങൾ വരുമ്പോൾ CPMൻ്റെ നിലപാടിന് അപ്പുറത്തേക്ക് അധികം പോകണം. സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുമ്പോൾ തന്നെ വലിയ അടിപിടിയാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയ്ക്കും വലിയ പിടിവലി ഉണ്ടാവും അല്ലേ? അല്ല, കോൺഗ്രസ് വരുമ്പോഴല്ലേ ആ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പോഴത്തെ സമയത്തോളം ഞങ്ങൾ തീരുമാനിക്കും. BJPക്ക് ഭരണം കിട്ടും. പ്രതിപക്ഷമായി അങ്ങനെയാണെങ്കിൽ ആര് വരും? വരട്ടെ, അവരുടെ കൂട്ടത്തിൽ അവർ തമ്മിൽ മത്സരിച്ചിട്ട് ആരാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് അവർ പ്രതിപക്ഷത്ത്. BJPയിൽ ഈ ഗ്രൂപ്പ് പോരി കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ അതിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ ടെക്നോക്രാറ്റ് കൂടിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ പക്ഷം BJPയിലുണ്ടോ? BJPയിൽ ഞങ്ങൾക്ക് ഒറ്റപക്ഷമുള്ളൂ, പാർട്ടിയുടെ കൂടെ. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നല്ലാതെ ബാക്കി രണ്ട് വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്ന ചർച്ചകളൊക്കെ മാധ്യമപ്രവർത്തകരുണ്ടാക്കിയിട്ടുള്ള ചർച്ചയാണ്. ഞങ്ങളിവിടെയും ആ തരത്തിൽ സംഘം ചേർന്ന് പരസ്പരം ഏറ്റുമുട്ടുകയോ ഒന്നും ചെയ്യാറില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം RSSൻ്റെ ഇടപെടൽ കൃത്യമായി ഉണ്ടായി എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇത് മാധ്യമങ്ങൾ പറയുന്നു എന്നല്ലാതെ RSS എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളോട് ചോദിക്കാതെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഡീൽ ആരോപണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊമ്പ് കോർക്കുന്നത് കണ്ടതാണ്. 2006 പറവൂരിലെ കാര്യം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആരോപണം ഉന്നയിക്കുന്നു. അതിന് അതേ നാണയത്തിൽ VD സതീശൻ തിരിച്ചടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചർച്ചയാകുമോ? അല്ല, അതിപ്പോൾ ഇവർ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ അവർ തമ്മിലുള്ള ഒരു ധാരണ, ആ ധാരണ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതെന്തായാലും ജനങ്ങൾ തിരിച്ചറിയുള്ളൂ. BJP കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് മേഖലയിലേക്കാണ്? ഞാൻ പറഞ്ഞല്ലോ, 140 മണ്ഡലങ്ങളും ഞങ്ങളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട സീറ്റുകളാണ്.
ആ 140 മണ്ഡലങ്ങളിലും സദത് സ്ഥലത്തെ പ്രവർത്തകർ അവിടെ തന്നെയാണ്. അവരാരും അപ്പുറത്തും മറിപ്പോയി പ്രവർത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വവും 140 മണ്ഡലങ്ങളും ഒരേപോലെ കണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ BJPക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എത്ര MLA-മാരുണ്ടാകും? തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എത്ര MLA-മാർ നിയമസഭയിലുണ്ടാകും? ഞങ്ങളിപ്പോൾ ഇവിടെ 14 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. 14 MLA-മാരും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ മത്സരിക്കുന്നത്. തോക്കാൻ വേണ്ടി ആരെങ്കിലും മത്സരിക്കും? ജയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും മത്സരിക്കുന്നത്. ഇറാനിലുണ്ടായ യുദ്ധം അതുണ്ടാക്കിയ പ്രതിസന്ധി അതിരൂക്ഷമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ നിലവിൽ ഈ LPG സിലിണ്ടറുകളൊന്നും തന്നെ കിട്ടാനില്ല എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ പെട്രോളിനും ഡീസലിനും അടക്കം ക്ഷാമം ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ്? അല്ല, ഒന്നാമത്തെ കാര്യം LPGക്ക് ക്ഷാമം ഉണ്ടാവും എന്നുള്ളത് മാധ്യമപ്രവർത്തകരടക്കം പറഞ്ഞ് പരിഭ്രാന്തി ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അല്ലല്ല, LPGക്ക് ക്ഷാമമില്ല. ക്ഷാമം കമേഴ്ഷ്യൽ ഗ്യാസിനാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് ഗ്യാസിന് ഒരു ക്ഷാമമില്ല. മാത്രമല്ല, നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ, പ്രധാനത്തിന് യുക്രൈൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല യുദ്ധങ്ങൾ ആണെങ്കിലും അവിടെ നിന്നൊക്കെ ഇന്ത്യക്കാരെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കുന്നതിൽ ഫലപ്രദമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്തിയിട്ടുള്ള ഒരാളാണ്. കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീണ്ടും ഒരു സംഘർഷം ആ പ്രദേശത്തുണ്ടാകുമ്പോൾ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് നിർവഹിച്ചിട്ടുള്ളൊരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇക്കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അധികം ഇതിനെക്കുറിച്ച് ഒരു ടെൻഷനും വേവലാതിയും പെടേണ്ട ആവശ്യമില്ല. അത് പരിഹരിക്കപ്പെടും. അഥവാ ചെറിയ തോതിൽ പിന്നെ ഹോട്ടലുകൾക്കൊക്കെ കിട്ടുന്നതിൽ ഒരു കുറവുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവുമല്ലോ. പ്രധാനമന്ത്രിയായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല, ഇത്തവണ ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ചുമതല എൻ്റേതല്ലല്ലോ. അത് സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ മന്ത്രിമാരും അവരാണ് നേരിട്ട് ബന്ധപ്പെടേണ്ടത്. ഒരു ലോക്ക്ഡൗണിന് സമാനമായിട്ടുള്ള സാഹചര്യം ഇനിയിപ്പോൾ രാജ്യത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതിനിപ്പോൾ യുദ്ധം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇതിന് സമാനമായിട്ട് ലോക്ക്ഡൗണിന് സമാനമായിട്ടുള്ള സാഹചര്യം അല്ല, പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം നാട്ടിലുണ്ടായിരിക്കുന്നു. അത് കോവിഡിന് സമാനമാണെന്നുള്ളതാണ്. കോവിഡിൻ്റെ അതേ രൂപത്തിൽ പിന്നെ അതിനെ ജനങ്ങളിടയിൽ എത്തിക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പ്രത്യേക അഭിമുഖ പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. എല്ലാ വിജയാശംസകളും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.